കോട്ടയത്ത് വിവിധയിടങ്ങളിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥികൾ എരുമേലി, കൂട്ടിക്കൽ, ആർപ്പൂക്കര, വാഴൂർ പഞ്ചായത്തുകളിൽ യുഡിഎഫിന് വിമതർ. 6 വാർഡുകളിലാണ് വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. വിവരങ്ങളുമായി സനോജ് ചേരുന്നുണ്ട്. സനോജ്, നേരത്തെ കൊച്ചി കോർപ്പറേഷനിലും ഇത്തരത്തിൽ സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴിതാ കോട്ടയത്തും അതുതന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസിന് വലിയ തലവേദനയാവുകയാണ് റിബൽ സ്ഥാനാർത്ഥികൾ. വിവരങ്ങൾ. ഇന്നായിരുന്നു നാമനിർദ്ദേശക പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. അതുകൊണ്ട് തന്നെ നാമനിർദ്ദേശക പത്രിക പിൻവലിച്ചതിന് ശേഷവും വിമതരായി നോമിനേഷൻ കൊടുത്ത പലരും അത് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ UDFന് പലയിടങ്ങളിലും വിമതന്മാരുടെ ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ്. എരുമേലി പഞ്ചായത്തിൽ ഒന്നിലേറെ ഇടത്താണ് വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ശ്രീനിപുരം 22-ാം വാർഡിലെ ലിജി സജി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് റിബൽ, അവർ നിലവിലെ മെമ്പറാണ്. ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ നിലവിലെ മെമ്പർ റിബലായിട്ട് മത്സരിക്കുന്നു. പഴയിടത്ത് വാർഡ് 1, എരുമേലി പഞ്ചായത്തിലെ വാർഡ് 1-ൽ അനിത സന്തോഷ്, അവർ നിലവിലെ പഞ്ചായത്ത് അംഗമാണ്. ഒന്നിലേറെ പ്രാവശ്യം എരുമേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ഒരു സീനിയർ അംഗം കൂടിയാണ്. അവർ അവിടെ റിബലായിട്ട് മത്സരിക്കുന്നു. 5-ാം വാർഡിൽ നിസാർ പ്ലാമൂട്ടിൽ എന്ന് പറയപ്പെടുന്ന ലീഗിൻ്റെ സ്ഥാനാർത്ഥി റിബലായിട്ട് മത്സരിക്കുന്നു. അവിടെ ലീഗിന് നീക്കിവെച്ച ഒരു സീറ്റാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് അംഗമായും INDC നേതാവായിരുന്ന നാസർ പനച്ചി എന്ന ഒരു ആൾക്ക് വേണ്ടി ലീഗിൻ്റെ സീറ്റ് വിട്ടുകൊടുക്കുകയും അങ്ങനെ കോൺഗ്രസ്സുകാരനായ ആൾ ലീഗിൻ്റെ സീറ്റിൽ സ്വതന്ത്രനായി UDF സ്വതന്ത്രനായി മത്സരിക്കുന്നു. അങ്ങനെ രസകരമായ കാഴ്ചകളാണ് എരുമേലി പഞ്ചായത്തിൽ. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഈ സ്ഥാനാർത്ഥിക്കെതിരെ ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് എരുമേലിയിൽ നാം കാണാൻ കഴിയുന്നത്. അങ്ങനെ പലയിടങ്ങളിലും ഇത്തരത്തിൽ റിബലുണ്ട്. ആർപ്പൂക്കര പഞ്ചായത്തിൽ UDFന് റിബലുണ്ട്. 12-ാം വാർഡിലാണ് കോൺഗ്രസിൻ്റെ റിബൽ അരുൺ ഫിലിപ്പ്, നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹമാണ് അവിടെ റിബലായിട്ട് മത്സരിക്കുന്നത്. വാഴൂർ പഞ്ചായത്തിലെ 10-ാം വാർഡിൽ UDFന് റിബലുണ്ട്. ലീഗിനെതിരെ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റ് PR മനോജാണ് റിബലായിട്ട് മത്സരിക്കുന്നത്. ഒപ്പം തന്നെ പാലാ നഗരസഭയിലും കോൺഗ്രസിന് റിബലുണ്ട്. 19-ാം വാർഡിലാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സതീഷിനെതിരെ നിലവിലെ സിറ്റിംഗ് കൗൺസിൽ അംഗമായിട്ടുള്ള മായ മത്സരിക്കുന്നത്. അങ്ങനെ നിരവധി ആളുകൾ. മറ്റൊരു രസകരമായ കാര്യമെന്ന് പറയപ്പെടുന്നത് ഈ മൂന്നിലവിൽ, അതായത് ഈരാറ്റുപേട്ട ബ്ലോക്കിൻ്റെ ഭാഗമായിട്ടുള്ള മൂന്നിലവിൽ അവിടെ റിബൽ സ്ഥാനാർത്ഥി ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്നു. അതായത് നേരത്തെ പാർട്ടി പ്രഖ്യാപിച്ച ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ റിബലായിട്ട് മത്സരരംഗത്ത് വന്ന സ്റ്റാലിൻ മാണി എന്ന് പറയപ്പെടുന്ന ആൾ, അദ്ദേഹം റിബലായിട്ട് മത്സരരംഗത്ത് വന്ന ആളാണ്. ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് ഷിബു തോമസിനെയാണ്. എന്നാൽ ഷിബു തോമസിനെ മാറ്റി പകരം റിബലായിട്ട് രംഗത്ത് വന്ന സ്റ്റാലിൻ മാണിയെ കോൺഗ്രസ് അവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അതോടുകൂടി ഷിബു തോമസ് റിബൽ സ്ഥാനാർത്ഥിയായി വരുന്നു. എന്ത് രസകരമായ കാഴ്ചകളാണ് കോൺഗ്രസിൻ്റെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പഞ്ചായത്തുകളിലെ റിബലുകളുടെ കാര്യത്തിലും വരുന്നത്. കാരണം ഒരാൾ റിബലായിട്ട് വരുന്നു, അയാൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മാറുന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ആൾ റിബലായി മാറുന്നു. മൂന്നിലവ് ബ്ലോക്ക് ഡിവിഷനിലാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നത്. എന്തായാലും മറ്റ് പല പഞ്ചായത്തുകളിലും റിബൽ സ്ഥാനാർത്ഥിമാർ മത്സരരംഗത്തുണ്ട്. കോട്ടയത്തും ഉണ്ട്. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കോട്ടയം നഗരസഭയിലെ നിലവിലത്തെ ചെയർപേഴ്സണായിട്ടുള്ള ബിൻസി സെബാസ്റ്റിനെതിരെ കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പഞ്ചായത്തുകളിലും നഗരസഭകളിലുമൊക്കെ തന്നെ UDFന് വിമതന്മാരുടെ ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ്.